പഠിക്കാതെ കാള കളിച്ച് നടന്നിട്ട് ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? സ്വന്തം കാര്യത്തിൽ കുറച്ചെങ്കിലും ഉത്തരവാദിത്തം വേണം. വേറൊരു അഡ്മിഷന് വേണ്ടി പല കോളേജുകളെയും അപേക്ഷിച്ചിട്ട് എവിടെയും കിട്ടാതായതോടെ അച്ഛൻ കലിപ്പായി പറഞ്ഞു. ആഹാരത്തിന് മുന്നിലാണ് എന്ന് പോലും ഓർക്കാതെ വായിൽ തോന്നിയ മുഴുവൻ കൊണ്ട് പറഞ്ഞെങ്കിലും അതിൽ എനിക്കത്ര അതിശയമൊന്നും തോന്നിയില്ല. എങ്ങനെയൊക്കെ വന്നാലും ഇതെല്ലാം മാസാവസാനം എൻ്റെ നെഞ്ചത്തെ വരുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ പതിവുള്ളതിനേക്കാൾ കുറച്ചധികം എന്നതിലപ്പുറത്തേക്ക് മറ്റൊരു പുതുമയും ഇതിനില്ലെന്ന് മറ്റൊരു സത്യം. അല്ല, ഇവിടെ നിന്റെ കൂടെ സകല തോന്നിവാസങ്ങൾക്കും ഒപ്പമുണ്ടായിരുന്നവരൊക്കെ ഇപ്പോൾ എന്തേ? ഏതെങ്കിലും നല്ല കൂടുതൽ കയറിപ്പറ്റി കാണും അല്ലേ? കഴിക്കാൻ വേണ്ടിയുള്ള വായനയ്ക്ക് വെച്ചില്ല. അതിന് മുമ്പേ അടുത്ത ചോദ്യം വന്നു. ദേഷ്യത്തോടെയാണ് ചോദ്യമെങ്കിലും എൻ്റെ ഉള്ള പൂച്ചൽ ചുണ്ടിൻ്റെ കോണെ എന്നത്തെയും പോലെ സ്ഥാനം പിടിച്ചിരുന്നു. ആ, എവിടേക്കോ ചേർന്നെന്നാ കേട്ടെ. പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു തീർക്കുമ്പോൾ കയ്യിൽ കരുതിയ ഉരുള എത്രയും പെട്ടെന്ന് വായ എത്തിക്കണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ പറഞ്ഞതിനുള്ള മറുപടി എന്തായിരിക്കുമെന്ന് ഊഹിക്കണമെന്ന് മുഖം ഉയർത്തി കഷ്ടപ്പെടേണ്ടി വന്നില്ല. കണ്ടോ, എല്ലാ അളവിലും കൂടി ഉണ്ടായിരുന്നിട്ട് അവന്മാരെ സുരക്ഷിതമാക്കി. നീയോ? ആ, നീ ഇങ്ങനെ നാഥൻ്റെ വീടിന് കൊള്ളാതെ നടന്നു. ഇനി നീയൊക്കെ എന്നെ ഒന്നാവുകാരാ? അതെങ്ങനെ എൻ്റെ ചെലവിലിങ്ങനെ ഇന്നെ കുറിച്ച് നടക്കാനല്ലാതെ പിന്നെയൊക്കെ എന്തിനു കൊള്ളും? അച്ഛനിരുന്ന കയർത്തെങ്കിലും ഇതെന്നത്തെ ആദ്യത്തെ സംഭവം അല്ലാത്തത് കൊണ്ട് അടുത്തിരുന്ന അമ്മയൊന്ന് ചൂഴം നോക്കി ഞാൻ തീറ്റ തുടർന്നു. എൻ്റെ കണ്ണവർ അമ്മയിലേക്ക് പതിഞ്ഞെന്ന് കണ്ടിട്ടാകണം അച്ഛൻ്റെ ശ്രദ്ധയും അമ്മയിലേക്ക് നീണ്ടത്. ദേ, എൻ്റെ ചെലവിൽ തിന്നു മുറിച്ച് നടക്കാനാണ് ഇനി മോൻ്റെ ഉദ്ദേശമെങ്കിൽ അവൻ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞേക്ക്. നിന്റെ മോനോട് എവിടെയും കിട്ടിയില്ലെങ്കിൽ പിന്നെ കൂലിപ്പണിക്കെങ്കിലും ഇറങ്ങിപ്പോവാൻ പറ. അമ്മയുടെ താക്കിയത് പോലെ പറഞ്ഞ് അവസാനിപ്പിച്ച് വാഷ് ബേസിൻ്റെ അടുത്തേക്ക് നടന്നതും അതുവരെ മിന്നാതെ പ്ലേറ്റിലേക്ക് നോക്കിയിരുന്ന അമ്മ കണ്ണുയർത്തി അച്ഛനെ നോക്കി. അപ്ലൈ ചെയ്തിട്ട് എവിടെയും കിട്ടാത്തത് അവൻ്റെ കുറ്റാണോ? എന്തിനും ഏതിനും എനിക്ക് വേണ്ടി നായയെ നിർത്ത് പണ്ട് ശീലിച്ചിരുന്ന ആളെന്ന നിലയിൽ എവിടെയും അമ്മ എനിക്ക് വേണ്ടി ബാധിച്ചു. പക്ഷേ അതിന് അച്ഛൻ്റെ തീർന്നുള്ള തുറിച്ചുമെന്ന് മത്തത്തോളോ അതിനോടൊപ്പം വന്ന വാറ്റിനോളമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അല്ല, എന്റെയാ ഇവനെ ജനിപ്പിച്ചതും ഇത്രയൊക്കെ വളർത്തിയതും പഠിപ്പിച്ചതുമൊക്കെ എന്ത് മാത്രം തെറ്റാ? നീയും ഇവനെ സപ്പോർട്ട് ചെയ്ത് നടന്നു. അവസാനം ആരുടെയെങ്കിലും പിച്ചാക്കിപ്പടി തീർന്നു കിടക്കുമ്പോഴും കാരണം ഈ നായകരണം. എൻ്റെ ദൈവമേ, ഇത് എൻ്റെ ഒരു നഷ്ടമാക്ക്. പിള്ളേരാകുമ്പോൾ ഓരോ കുരുത്തക്കേറിക്ക് കാട്ടിക്കൂട്ടിന്നിരിക്കും. അതിനെത്ര വിഷയമാക്കാൻ മാത്രമൊന്നുമില്ല. അന്നെ തന്നെ ഇപ്പോഴേ കേസിൽ പോലും യുവമാർ അങ്ങോട്ട് പോയി തല്ലുണ്ടാക്കിയൊന്നും അല്ലല്ലോ. അവരെങ്ങോട്ട് വന്ന് ഇവരുടെ കൂട്ടുകാരെ തല്ലിയപ്പോൾ യുവമാർ കയറി പിടിച്ചു മാറ്റാൻ നോക്കിയതല്ലേ. എന്നിട്ട് അവസാനം കുറ്റം മുഴുവൻ ഇവരുടെ തലയിടും. ദേ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് കൂടി പോകും. നീ ഇപ്പോഴും ഇവൻ്റെ വാഗ്ദാനത്തിന് നടന്നു. ഓൻ എന്ത് പറഞ്ഞാലും തൊള്ളു വിഴുങ്ങിക്കോളും. അതുകൊണ്ടാണല്ലോ മാസം മാസം സ്റ്റാഫ് റൂമിൻ്റെ വാതിക്കൽ നിനക്ക് പോയി നിൽക്കേണ്ടി വന്നതും. ഇവിടെ ഇവന് എന്തിൻ്റെ കുറവുണ്ടായിട്ടാ? സൗകര്യം നേടിപ്പോയി. അത് തന്നെയാണ് നിൻ്റെയൊക്കെ പ്രശ്നവും. കൈയും വായും കഴുകി തവണ മുഖവും തുടച്ചുകൊണ്ട് തിരികുന്നതിനിടയിലുള്ള അച്ഛൻ്റെ വാക്കുകൾ. അത് പുള്ളിക്കാരൻ പറഞ്ഞെങ്കിലും അതിന് കാര്യമുണ്ട് കേട്ടോ. ഇവിടെ എനിക്കൊരു കുറവും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്താ പറയുക, ഈ തിന്നിട്ട് എല്ലിനിടയിൽ കയറുന്ന പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ ഏകേടിൽ ഓരോന്ന് കാണിച്ചു കൂട്ടി വെക്കും. ഉടനെ ടീച്ചർ അമ്മയെ വിളിപ്പിക്കും. പിന്നെ പ്രിൻസിപ്പലിൻ്റെ മുറിയിലാവും 1 മണിക്കൂർ. അല്ല, ഇനി എന്താ ഇന്റർവ്യൂവിൻ്റെ പ്ലാൻ? ഇനി ഇവൻ്റെ പായസം ഉറപ്പിച്ച് അടങ്ങുന്നതാണെങ്കിൽ ഇവിടെ നിൽക്കണ്ട, ഇറങ്ങിക്കോളണം. എവിടേക്കാന്ന് വെച്ചാൽ ഒന്ന് ഉത്തരവിട്ട ശേഷം വീണ്ടും കൂട്ടിച്ചേർത്തു. എനിക്കിനി നിനക്ക് വേണ്ടി നാട്ടുകാരുടെ മുമ്പിൽ നാണംകെടാൻ വയ്യ. ഇനിയെങ്കിലും കുറച്ച് നാൾ തലയുയർത്തി നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എൻ്റെ പുന്നാര മോനെ, പഠിച്ചാലും മതിയാവുള്ളൂങ്കിൽ ഈ നാട്ടിൽ വേണ്ട, വേറെ എവിടെയെന്ന് വെച്ചാൽ പോക്കോ. വിചാരണ കഴിഞ്ഞ് ശിക്ഷയും വിധിച്ചു. എന്നെ ഇങ്ങനെ നാട് കടത്താനും വേണ്ടി ഞാൻ എന്താ ചെയ്തേ? 1-2 തല്ലുണ്ടാക്കിയതോ? അതോ ആ കേസിന് കോളേജിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ പേരിൽ വേറെ കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തതോ? ആമ്പിള്ളേരാകുമ്പോൾ പ്രായത്തിൻ്റെ അല്ല ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. സാധാരണയല്ലേ? നിങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കായിരുന്നു, ഈ പ്രായത്തെ നിങ്ങൾ കാണിച്ച പ്രകൃതനെങ്കിൽ എന്തൊക്കെയാണെന്ന്. അമ്മ വീണ്ടും കയറി എനിക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്തു. പക്ഷേ അതിനിടയിലും അച്ഛൻ്റെ വാക്കുകൾ ഒന്നുകൂടി സ്ട്രൈക്ക് ചെയ്തു. അതാ പറഞ്ഞത്, ഇനി ഇവിടെ നിൽക്കണ്ടായിരുന്നു, വേറെ എങ്ങോട്ടെങ്കിലും പറഞ്ഞുവിടാൻ.
ഇനി ഇവൻ്റെ നശിച്ചു കൂട്ടുകെട്ട് പോയാൽ ഇവൻ നന്നാകും. സത്യത്തിൽ എനിക്ക് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. തുടർന്ന് ഇവിടെ തന്നെ നിന്നാൽ അച്ഛൻ്റെ കണക്ക് കുറച്ചിലാവും ബാക്കി. മാത്രവുമല്ല ബെസ്റ്റ് കഴിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക്. അതൊരു സുവർണ അവസരവുമായിരുന്നു. വേറെ എവിടേക്കെങ്കിലും എന്ന് പറഞ്ഞതല്ലാതെ കൃത്യമായ ഓപ്ഷൻ അങ്ങേർക്കും ഉണ്ടായിരുന്നില്ല. ഇത്രമാത്രം സകല അലമ്പിനും തലവെച്ച് കൊടുത്ത് നടന്നിരുന്ന എനിക്ക് എവിടെ അഡ്മിഷൻ ശരിയാവാമെന്ന ചിന്ത അവരിലും മുഴ പൊന്തിയിരുന്നെങ്കിൽ അവിടെ തൊട്ട് എൻ്റെ തലച്ചോർ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ ഞാൻ കണ്ണൂരിലേക്ക് വില്യമ്മയുടെ വീട്ടിലേക്ക് പൊക്കോളാം എങ്കിലുള്ള സകല പ്രതീക്ഷയും അവസാനിപ്പിച്ചുകൊണ്ട് അച്ഛനകത്തേക്ക് പോയ തിടുമുങ്കുവാലെ ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്. അതിനവരുടെ മറുപടി എന്താകും എന്നൊരു ചോദ്യം എനിക്കപ്പോഴും മുഖത്ത് നിലയിട്ടിരുന്നു. എങ്കിലും അതിനൊരു പ്രശ്നമില്ലാത്ത മട്ടിൽ ബുദ്ധിയുടെ മറുവശം കൈക്കട്ടി കൂടുന്നതും പിന്നൊന്നും ഓർക്കാതെ ഞാൻ കല്ല് പോലെ നിന്നു. പോരാത്തതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചൂട് ഇവിടത്തെക്കാളും കണ്ണൂരിലാണല്ലോ കൂടുതൽ. കോളേജിലൊക്കെ മാസം കാണിച്ച് മെഴുകാമെന്ന ചിന്ത കൂടി ആയപ്പോൾ കണ്ണൂർ മതിയെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തു. ഞാൻ അങ്ങോട്ട് പൊക്കോളാം കണ്ണൂർക്ക്. അവിടെയാവുമ്പോൾ വിന്യമ്മയും വെള്ളിച്ചനും ഉണ്ടാവുമല്ലോ. അതിന് അവിടെ നിനക്ക് ഏത് കോളേജിൽ കിട്ടാന്ന് വെച്ചാൽ ഇവിടെ തന്നെ കിട്ടുന്നില്ല. അപ്പോഴാ അവിടെ അമ്മയുടെ അത്ഭുതം നിറഞ്ഞ നോട്ടത്തോടൊപ്പം അച്ഛൻ്റെ പുച്ഛം നിറഞ്ഞ ചോദ്യം കൂടി വന്നതും ആരെ കൊന്നിട്ടും പോകുമെന്ന വാശിയോടെ ഞാൻ നിന്നു. അതൊക്കെ കിട്ടിക്കോളൂ. അവിടെ എന്താ പ്രൈവറ്റ് കോളേജുകളൊന്നും കാണില്ലേ? ഇല്ലെങ്കിൽ എയ്ഡഡിൽ തന്നെ മാനേജ്മെൻറ്റ് സീറ്റ് ഒത്തിരി കാണും. എന്തായാലും ഇത്രയും കാലം ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിച്ച് എനിക്ക് വേണ്ടി കുറേ പണം മുഴക്കി ഖജനാവ് വത്തിച്ചെന്നുള്ള പറച്ചില്ലേ. ഇനിയൊരു 2-3 കൊല്ലം കൂടി അങ്ങ് ഒഴുക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും എൻ്റെ വഴിക്ക് പൊക്കോളാം. ഓ, ഇനി ആ നാട്ടുകാരെ കൂടി മുടിപ്പിക്കാനായിരിക്കും. ഞാൻ വരത്തില്ല വക്കാലത്തിനായിട്ട്. ആരും വരണമെന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഞാനിവിടെ ഒഴുകി പോകണമെന്നല്ലേ ഉള്ളൂ. അതിനൊരു വഴി ഞാൻ തന്നെ കണ്ടുപിടിച്ച് തന്നില്ലേ. കണ്ടവരുടെ വീട്ടിലേക്കൊന്നും അല്ലല്ലോ പോകുന്നത്. അമ്മയുടെ ചേച്ചി തന്നെയല്ലേ അവിടെ ഉള്ളത്. പറ്റുമെങ്കിൽ അഡ്മിഷൻ കാര്യം ഒന്ന് റെഡിയാക്കാൻ സഹായിക്കുക. അച്ഛനോടുള്ള ദേഷ്യം അതിൻ്റെ പരമാർത്ഥത്തിലെത്തിയതും എന്ത് പറയണമെന്ന് പോലും എനിക്ക് നിശ്ചയമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഇവിടുന്ന് തേടി തപ്പണം, അത്ര മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഒരു കുറേ രാത്രികൾ നിന്ന് ചർച്ചയ്ക്കും വക്കാലത്തിനും ഒടുവിൽ വല്യമ്മയെ വിളിച്ച് കാര്യങ്ങൾ തീർപ്പാക്കിയെന്നും അവിടെയുള്ള ഏതാ പേര് കേട്ട കോളേജിൽ എനിക്ക് അഡ്മിഷൻ ശരിയാക്കിയെന്ന് അമ്മ പറഞ്ഞ് അവസാനിപ്പിച്ച അടുത്ത നിമിഷം ഞാൻ ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങി. അച്ഛത്തെ മനമിച്ച സംസാരവും ഉപദേശവും നാഴിക നേടുന്തോറും ഏറി വന്നിട്ടും ഞാൻ അതിലൊന്നും ശ്രദ്ധ കൊടുത്തില്ല. അവസാനം അമ്മയുടെ യാത്ര പറഞ്ഞുകൊണ്ട് കണ്ണൂരിലേക്ക് വണ്ടി പിടിക്കുമ്പോൾ അവസാനമായി അച്ഛൻ പ്രാർത്ഥിയ നോപ്പത്തിനെയും ഞാൻ മനഃപൂർവ്വം കണ്ണിലെന്ന് നടക്കുകയായിരുന്നു. അങ്ങനെ അവരെ എല്ലാവരെയും ഒരു നോട്ടം കൂടി വീണ്ടും നോക്കിക്കൊണ്ട് ഞാൻ ബസ്സിലേക്ക് കയറി. എൻ്റെ സീറ്റ് തപ്പി ഞാൻ നടന്നു. നടുഭാഗത്ത് പറഞ്ഞ സീറ്റിലായിരുന്നു ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. ഞാൻ എൻ്റെ സീറ്റിൽ കയറിയിരുന്നു. നമ്പർ 24. എൻ്റെ തൊട്ടപ്പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. കൂടെ ആരായിരിക്കുമെന്ന് ഞാൻ ഓർത്ത് കൂടിയിരുന്നു. കാരണം അതൊന്നും എൻ്റെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഈ നാട് വിടണം, അച്ഛൻ്റെ കൺമുന്നിൽ നിന്നും ഓടിപ്പോകണം, അത്രേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സീറ്റിലൊക്കെ ആളുകൾ ഇരിക്കാൻ തുടങ്ങി. പതിയെ ഞാൻ എൻ്റെ സീറ്റിൻ്റെ അടുത്തുള്ള വിൻഡോ ഒന്ന് തുറന്നു. വണ്ട ഇരിക്കാത്ത കൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു അകത്ത്. അങ്ങനെ ഞാൻ കുറച്ചു നേരം പുറത്തേക്ക് നോക്കി നിന്നു. കുറച്ചു നേരം അവിടെ കൂടി നടക്കുന്ന ആളുകളെ നോക്കി ഞാൻ നിന്നു. അപ്പോഴാണ് ഒരു ഭാര്യയെ ഭർത്താവും കൂടി ബസ് സ്റ്റാൻഡിലെ കടയിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ഞങ്ങളുടെ ബസ് ലക്ഷ്യമാക്കി നടന്നു വരുന്നത് ഞാൻ കണ്ടത്. ഞാൻ അവരെ നോക്കി. രണ്ടുപേരും ചെറുപ്പക്കാരാണ്. ചേട്ടന് ഒരു 37 വയസ്സ്, ചേച്ചിക്ക് ഒരു 34. അത്രയൊക്കെ തോന്നും. ചേച്ചിയെ കാണാൻ നമ്മുടെ സിനിമ നടി ലിച്ചിയില്ലേ, അതുപോലെയൊക്കെ ഇരിക്കും. അത്ര തടിയില്ല, എന്നാലും മുഖമൊക്കെ അതേപോലെ തന്നെ. പിന്നെ ചേട്ടനെ ഒരു ടിപ്പിക്കൽ ഭർത്താവ് എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ. മുണ്ടാര വേഷം, ഷർട്ടും മുണ്ടും. തലയിൽ കുറച്ച് മുടിയൊക്കെ കാണില്ല, കഷണ്ടിയായിട്ടുണ്ട്. വെളുത്തിട്ടാണ് രണ്ടുപേരും. പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ ആ ചേച്ചിയിലേക്ക് മാത്രം പോയി. ഞാൻ ആ ചേച്ചിയെ അവിടെ മുടി ഒന്ന് നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് ചേച്ചി ബസ് നോക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണിലേക്ക് ചേച്ചിയുടെ കണ്ണുടക്കിയത്. ഞാൻ ചേച്ചിയെ നോക്കുന്നത് ചേച്ചി കണ്ടിരിക്കുന്നു.
പെട്ടെന്ന് ഞാൻ തല മാറ്റി ബസ്സിൻ്റെ സീറ്റിലേക്ക് ചാരിയിരുന്നു. പക്ഷേ നശിപ്പിച്ച്. ചേച്ചി ഞാൻ നോക്കുന്നത് എവിടേക്കാണെന്നൊക്കെ നന്നായി കണ്ടിരിക്കുന്നു. എന്ത് തോന്നി കാണുമോ ആവോ? ഞാനൊരു വായ നോക്കിയാണെന്ന് തോന്നിയിട്ടുണ്ടാവുമോ? ആ, തോന്നിയാലിപ്പോൾ എന്താ? ഞാനിനി അവരെ കാണാനും പോകുന്നില്ല, അവർക്കെന്നെ അറിയാനും പാടില്ല. പിന്നെ എന്താ പ്രശ്നം എന്ന് ആശ്വസിച്ചുകൊണ്ട് ഞാൻ സീറ്റിലേക്ക് ചാടിക്കിടന്നു. കണ്ണുകൾ ചെറുതായി അടച്ചു. പെട്ടെന്ന് എൻ്റെ സീറ്റിലേക്ക് ആരോ ഇരിക്കുന്ന സൗണ്ട് ഞാൻ കേട്ട് പതിയെ ഒന്ന് കണ്ണു തുറന്നതും മുമ്പിൽ നിൽക്കുന്ന ആളുകളെ കണ്ട് ഞാൻ നിർത്തി. ആ ചേട്ടനും ആ ചേച്ചിയും. ചേച്ചി എന്നെ നോക്കി ചെറുതായി ഒന്ന് ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് അവരുടെ ഭർത്താവ് അവരോട് പറയുന്നുണ്ടായിരുന്നു, ആ, നീ എവിടെ ഇരിക്കും, ഞാൻ ദാ ആ ബാക്കിലുണ്ടാവും, എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എന്നെ വിളിച്ചാൽ മതി എന്ന് കുറച്ച് പോലെ പറഞ്ഞിട്ട് അയാൾ ബാക്കിലെ സീറ്റിലേക്ക് നടന്നു പോയി. അവർ അവരുടെ ബാഗുകൾ മുകളിലേക്ക് വെച്ചുകൊണ്ട് എൻ്റെ സീറ്റിൽ വന്നിരുന്നു. അതും എന്നെ നോക്കിക്കൊണ്ട്. നേരത്തെ നോക്കിയതിൽ സോറി പറയണോ എന്ന് ഞാൻ ഒന്ന് രണ്ട് വട്ടം ആലോചിച്ചു. പിന്നെ ഇതൊക്കെ ഇവർ സ്ഥിരമായിട്ട് അനുഭവിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതെ ഇരുന്നു. അല്പസമയം ഞങ്ങൾ രണ്ടുപേരും മൗനമായി തുടർന്നു. എന്നിരുന്നാലും ചേച്ചിയുടെ പേരെന്തായിരിക്കുമെന്നറിയാൻ ഒരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ചേച്ചിയെ കാണാൻ തന്നെ സൂപ്പറായിരുന്നു. എൻ്റെ സ്വപ്നമായി പറയുന്ന ചേച്ചിമാരുടെ അതേ രൂപമായിരുന്നു എൻ്റെ ഈ ചേച്ചിക്ക്. എന്നാലും ഞാനൊന്നിനും മുതിരാൻ നിന്നില്ല. മിണ്ടാതെ കണ്ണടച്ച് സീറ്റിന്മേൽ തലച്ചായ്ച്ച് കിടന്നു. പെട്ടെന്ന് വണ്ടി എടുത്തു. ആ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റു. പേടിക്കണ്ട, വണ്ടി സ്റ്റാർട്ടാക്കിയതാണ്, ചേച്ചി ഒരു ചെറിയോടെ എന്നോട് പറഞ്ഞു. ആ, ഞാനെന്ന് ചെറുതായി മയങ്ങിപ്പോയി. പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പോൾ ഒന്ന് പേടിച്ചതാ. ഞാനും ഒരു ചെറിയോടെ ചേച്ചിയെ നോക്കി പറഞ്ഞു, ആ, അത് സാരമില്ല, ആ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്തേക്ക്, വണ്ടി എടുത്തില്ലേ ഇനി പൊടി പറക്കും. ചേച്ചി അത് പറഞ്ഞപ്പോൾ ഞാൻ വിൻഡോ ക്ലോസ് ചെയ്യാൻ ഒരുങ്ങി. പക്ഷെ എന്തോ വിൻഡോ എനിക്ക് അടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ടൈറ്റ്. ഞാൻ നന്നായി അടക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സ്റ്റക്കാൻ നിൽക്കുന്ന പോലെ നീക്കുന്നുണ്ടായിരുന്നു. തുറന്നപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, ഇതിന് എന്ത് പറ്റി? ഞാൻ മനസ്സിലാലോചിച്ച് വീണ്ടും തള്ളി, പക്ഷേ നടക്കുന്നില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഭാഗ്യം കൊണ്ട് സ്റ്റക്കായതാണെന്ന്. അതെന്താണെന്നറിയണ്ടേ? ഞാൻ അവനെ വലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ സഹായിക്കാനായി കൈ നീട്ടി. ചേച്ചിയുടെ പെർഫ്യൂമിൻ്റെ മണം എൻ്റെ മൂക്കിലേക്ക് അരച്ച് കയറി. ചേച്ചി അത് തള്ളാനായി രണ്ട് കൈയും ചേർത്ത് വലിക്കാൻ തുടങ്ങി. എന്നെ തൊട്ടില്ല എന്ന രീതിയിലാണ് ചേച്ചി ഇപ്പോൾ നിൽക്കുന്നത്. ചേച്ചി നന്നായി വലിച്ചു, കൂടെ ഞാനും. ചേച്ചിയുടെ കൈയിൽ കൈവച്ച് ഞാനും ചേച്ചി ഒരൊറ്റ തള്ള്. ഡോറ് ക്ലോസായിപ്പോയി. അത് കഴിഞ്ഞ് ചേച്ചി നേരെയിരുന്നു. ഞാനപ്പോൾ വിൻഡോ കത്തുവൻ നേരെയിട്ട് സീറ്റിൽ ചാടിയിരുന്നു. എന്നിട്ട് ചേച്ചിയെ നോക്കി ചിരിച്ചു. ആ സമയം ചേച്ചി എന്നെയും നോക്കുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒന്ന് മുട്ടി നോക്കാമെന്ന് ഞാനും കരുതി. ഞാൻ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എവിടേക്കാ? ഞാൻ കണ്ണൂരിലേക്കാ. നീ എവിടേക്കാ? ചേച്ചി എന്നോടും ചോദിച്ചു. ആ, ഞാനും കണ്ണൂരിലേക്കാ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വിചാരിച്ച് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചേച്ചി വീണ്ടും ചോദിച്ചു, കണ്ണൂരിലാണോ നിൻ്റെ വീട്? ഏയ് അല്ല, എൻ്റെ വീട് ഇവിടെയാണ്. കണ്ണൂരിൽ എൻ്റെ ചെറിയമ്മയുടെ വീടാണ്. അവിടെ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് ഞാൻ പറഞ്ഞു. ഓ, അങ്ങനെയാണോ? പിന്നെ ഞാൻ വിട്ടുകൊടുത്തില്ല. കിട്ടിയ അവസരം മുഴുവനായി മുതലെടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ പതിയെ ചോദിച്ചു, അല്ല, ചേച്ചിയുടെ വീട് കണ്ണൂരിലാണോ? ഏയ് അല്ല, ഞങ്ങൾ രണ്ടാളും ഇവിടെയാണ്. ഇപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ട്രാൻസ്ഫർ കണ്ണൂരിലേക്ക്. അതിൻ്റെ കളിപ്പാണ് ഹസ്ബൻഡിൻ്റെ മുഖത്ത് കുറച്ച് മുമ്പ് കണ്ടത്. അതിനെന്തിനാ കളിപ്പ്? ട്രാൻസ്ഫറൊക്കെ നല്ലതല്ലേ? ആ, അതെ, പക്ഷേ ഹസ്ബൻഡിന് വരാൻ പറ്റില്ലല്ലോ. ഹസ്ബൻഡിന് എവിടെയാണ് ജോലി? സ്കൂൾ മാഷാണ്. എന്നെ ഒറ്റയ്ക്ക് കണ്ണൂരിലേക്ക് വരാൻ അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ല. ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ സമ്മതിച്ചത്. ഇപ്പോൾ എന്നെ ആക്കാൻ കണ്ണൂരിലേക്ക് വരിക, വരണ്ടായെന്നും ഒറ്റയ്ക്ക് പൊക്കോളാമെന്നും ഞാൻ ഒരുപാട് പറഞ്ഞു. പക്ഷേ കേൾക്കണ്ടേ, എന്നെ അവിടെ ആക്കിയിട്ട് നാളത്തെ ട്രെയിനിൽ തന്നെ തിരിച്ചു പോരും. അല്ല, അതെന്തെറ്റി? ചേച്ചിയുടെ ഭർത്താവിനെ ചേച്ചിയെ സംശയമാണോ? പെട്ടെന്ന് ഇരുത്തമായി ഞാൻ ചോദിച്ചു പോയി.
ഏയ് അങ്ങനെയൊന്നുമില്ല. പുള്ളിക്കാരന് പേടിയാ. ഒറ്റയ്ക്ക് എന്നെ വിടാൻ ഞാൻ എവിടെയും ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഓ അതാണോ? സോറി, ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ. ഏയ് അതൊന്നും കുഴപ്പമില്ലടാ. ചേച്ചി നല്ല കമ്പനിയാണെന്ന് ആ ഒറ്റ സംസാരത്തിലൂടെ തന്നെ എനിക്ക് മനസ്സിലായി. അതെനിക്ക് കൂടുതൽ ധൈര്യം നൽകി. ചേച്ചിയെ മുട്ടാനോ മുട്ടിയിട്ട് കളിക്കാനോ അങ്ങനെ ഒന്നും എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. കണ്ണൂർ എത്തുന്നവരെ ബോറടിക്കാതെ സംസാരിക്കണം, അത്രമേ അതുവരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തന്നെ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു. ഒരു 9 മണിയായതും ബസ്സിലെ ലൈറ്റുകളെല്ലാം അണച്ചു. നിനക്ക് ഉറക്കം വരുന്നുണ്ടോടാ? ചേച്ചി എങ്ങോട്ട് ചോദിച്ചു. ഏയ് ഉറക്കമൊന്നും വരുന്നില്ല, പക്ഷേ ഭയങ്കര തണുപ്പ്. ആണോ? നിന്റെ കയ്യിൽ പുതപ്പൊന്നുമില്ലേ? ഇല്ല, ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. ശേ, കഷ്ടമായി പോയല്ലോ. എൻ്റെ കയ്യിലുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഏയ് കുഴപ്പമില്ല ചേച്ചി. ഞാൻ എൻ്റെ പ്രശ്നം പറഞ്ഞപ്പോൾ അതിൽ കൂടുതൽ വ്യാകുലപ്പെടുന്നത് ചേച്ചിയാണെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചിയുടെ കണ്ണിൽ ഒരു സങ്കടമാണ് അപ്പോൾ ഉണ്ടായിരുന്നു. ചേച്ചി കുഴപ്പമില്ല, ഇനി കുറച്ചല്ലേ ഉള്ളൂ. ഒരു 3 മണിക്കൂറല്ലേ കാണും. ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. 3 മണിക്കൂർ നീ ആ തണുത്തിരിക്കണ്ടേ? ഞാൻ ഒരു കാര്യം ചെയ്യാം. എൻ്റെ സാരോടെ ഈ അറ്റമില്ലേ, അത് ഞാൻ നിനക്ക് തരാം. നീ അതുകൊണ്ട് പുതച്ചിരുന്നോ. ഏയ് വേണ്ട ചേച്ചി, ചേച്ചിക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ? ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടോ ഇല്ല. സാരയുടെ തലപ്പല്ലേ, അത് നീ വെച്ച് പുതച്ചിരുന്നോ. അതും പറഞ്ഞ് ചേച്ചി സാരമേൽ കുത്തിയിരുന്ന പിന്നെ ഊരിയെടുത്തു. എന്നിട്ട് ആ സാരയുടെ ആ നിലത്തേക്ക് കിടക്കുന്ന അറ്റം എനിക്ക് തന്നു. ഇപ്പോൾ ചേച്ചിയുടെ ദേഹത്തുനിന്നും സാരി ചെറുതായി ഊരിയിട്ടുണ്ട്. പക്ഷേ ചേച്ചി അതൊന്നും കാര്യമാക്കുന്നില്ല. ചേച്ചിക്ക് എന്നോട് സ്നേഹം തോന്നിയിട്ടാണോ, അതോ ഇനി വേറെ വല്ല ഉദ്ദേശമാണോ എന്ന് എൻ്റെ മനസ്സിലൂടെ ചെറുതായിട്ട് കടന്നുപോയി. എന്നാലും ഞാൻ തണുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് എന്നുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിച്ചു. ആ സമയം വരെ എനിക്ക് ചേച്ചിയോട് പ്രത്യേകിച്ചൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ ആ സാരി എനിക്ക് തന്ന നിമിഷം ഞാൻ എന്തൊക്കെയോ സ്വപ്നം കാണാൻ തുടങ്ങി. അങ്ങനെ ചേച്ചി ആ സാരിയുടെ തലപ്പ് എനിക്ക് തന്നു. ഞാൻ ആ സാരി എൻ്റെ ദേഹത്തോടെ പുതച്ചിട്ടു. ഇപ്പോൾ ചേച്ചിയുടെ സാരിക്കുള്ളിൽ ഞാനും കൂടിയിട്ടുണ്ട്. ചേച്ചി എന്നെ ചെറുതായി ഇരുന്നിട്ട് നോക്കുന്നുണ്ട്. ഞാൻ ചേച്ചിയെയും അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചിരിച്ച് വീണ്ടും നേരെ നോക്കും, വീണ്ടും ഇറങ്ങിട്ട് നോക്കും, വീണ്ടും നേരെ നോക്കി ചിരിക്കും. അങ്ങനെ യാത്ര തുടർന്നു. ഇപ്പോൾ ഞാനൊന്ന് ശ്രമിച്ചാൽ ആ മാമ്പഴങ്ങളെ പിടിക്കാൻ കഴിയും. കാരണം സാരിക്കുമ്മിയാണല്ലോ ഞാൻ. പക്ഷേ ഞാൻ അതിനൊന്നും മെനക്കെട്ടില്ല. ഞാൻ അടങ്ങി ഒതുങ്ങി സാരിയും പൊതിച്ച് അങ്ങനെ തന്നെ ഇരുന്നു. വണ്ടിയിൽ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ എങ്ങനെ ഇരിക്കുന്നത് ആർക്ക് കാണാനും സാധിക്കില്ല. പക്ഷേ പെട്ടെന്നെങ്ങാനും ചേട്ടൻ വന്ന പ്രശ്നമാകുമോ എന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ഞാനത് ചേച്ചിയോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഏയ് ഇല്ല, ലൈറ്റ് അനച്ചാൽ അങ്ങേര് ഉളങ്ങും, പിന്നെ എഴുന്നേക്കണമെങ്കിൽ രാവിലെ ആകും. ഒരു നിരാശയോടെ ചേച്ചി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായില്ല. ചേച്ചിയും ഞാനും വീണ്ടും സംസാരം തുടർന്നു. ആ സമയം ഞാൻ വണ്ടി മൊത്തമൊന്ന് നിരീക്ഷിച്ചപ്പോൾ മുക്കാപേരും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചേച്ചിയും മാത്രമാണ് ഇങ്ങനത്തെ സംസാരിക്കുന്നത്. കുറേ പേർ ഹെഡ്സെറ്റിൽ പാട്ട് കേൾക്കുന്നുണ്ട്, കുറേ പേർ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഞാനും ചേച്ചിയും നിങ്ങളുടെ സംസാരം തുടർന്നു. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ സാരിക്കുള്ളിൽ കൂടി ഞാനത് കണ്ടത്. അത് കണ്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പെട്ടെന്ന് ഞാൻ നേരെ നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് കണ്ട അതേ നിമിഷത്തിൽ തന്നെ എൻ്റെ ആ തലപൊക്കി എഴുന്നേക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന്. ചേച്ചി അത് കാണാതിരിക്കാൻ ഞാനൊന്ന് മറച്ചു പിടിച്ചു. പെട്ടെന്ന് എനിക്ക് എന്തൊക്കെയോ ആഗ്രഹങ്ങൾ തോന്നാൻ തുടങ്ങി. ഓപ്പനെ പഠിച്ച് നോക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ തല തിരിച്ച് ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ചേച്ചി എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. ആ ചിരി നീ എന്നെ എടുത്തോടാ എന്നൊരു സൂചന പോലെ എനിക്ക് തോന്നി. പക്ഷേ ചേച്ചിയുടെ ഭർത്താവ് കുറേ ഉണ്ടല്ലോ എന്ന പേര് എനിക്കുണ്ടായിരുന്നു. വീണ്ടും ഞാൻ കുറച്ചു നേരം അനങ്ങാതെ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇതാവുണ്ട് ചേച്ചി എൻ്റെ അടുത്തേക്ക് നീങ്ങി വരുന്നു. എടാ, എനിക്ക് വല്ലാതെ തണുക്കുന്നു, നീ ഒന്ന് എന്നെ മുട്ടിയിരിക്കുമോ? ആ ഇരിക്കാലോ ചേച്ചി. ചേച്ചി എൻ്റെ തോളിൽ തലവെച്ച് കിടന്നോളൂ, ഞാൻ പറഞ്ഞു. ആ എന്നും പറഞ്ഞ് ചേച്ചി എൻ്റെ തോളിൽ തല വെച്ച് കിടന്നു. ഞാനപ്പോൾ
എൻ്റെ കൈ ചേച്ചിയുടെ തോൾമേൽ കൂടിയിട്ട് ചേച്ചി എൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി നീക്കിയിരുത്തി. ഇപ്പോൾ ചേച്ചി എൻ്റെ തോളിൽ തല വെച്ച് ചാഞ്ഞ് കിടക്കാണ്. ഈ ഒരു സമയം എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ അതിലൊന്നും മുതിർന്നില്ല. ചേച്ചിക്ക് എന്നോടുള്ള വിശ്വാസം കൊണ്ടല്ലേ ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അത് നശിപ്പിക്കണോ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് കടന്നുകൂടി. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ദേഹത്തൂടി എന്തോ എഴുതുന്ന പോലെ എനിക്ക് തോന്നി. നോക്കുമ്പോൾ ചേച്ചിയുടെ കൈയായിരുന്നു അത്. പെട്ടെന്ന് ചേച്ചി എൻ്റെ ആളിൽ ഒരു പിടുത്തം പിടിച്ചു. ഞാൻ വെട്ടിപ്പോയി. ചേച്ചി എന്താ ഇത്? ഞാൻ ചേച്ചിയോട് ചോദിച്ചു. എന്താടാ, നിനക്ക് ഇഷ്ടമല്ലേ ഇതൊന്നും? ചേച്ചി എൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ കണ്ണിൽ എന്തോ തിളങ്ങുന്നത് ഞാൻ കണ്ടു. ഇഷ്ടമാണ്. എന്താ, ഒന്ന് നോക്കുന്നോ? ഞാൻ ചോദിച്ചു. നോക്കു മാത്രം പോരടാ, ഒന്ന് അറിയണോ? ചേച്ചി എന്നോട് പറഞ്ഞു.